എന്തുകൊണ്ടാണ് പലപ്പോഴും വിവാഹം ഒരു സ്വപ്നമായി മാത്രം മാറുന്നത്? പലർക്കും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, പല കാരണങ്ങൾ കൊണ്ട് അത് വൈകിക്കൊണ്ടിരിക്കുക. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? സത്യം പറഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പലർക്കും പലതാണ് കാരണങ്ങൾ. ചിലർക്ക് അത് തന്നെക്കുറിച്ചുള്ള ഒരു കുറവ് ആയിട്ടുള്ള ഒരു തോന്നലുകളാണ്. ചിലർക്ക് തനിക്ക് സൗന്ദര്യം കുറവാണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ലൈംഗികമായ തൻ്റെ ഇത് കുറവാണെന്നുള്ള ഒരു തോന്നലുകൾ. പലർക്കും പല രീതിയിലാണ് ആ കുറവ് എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അത് പലപ്പോഴും പലരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വൈവാഹിക ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. മറ്റു പലർക്കും അവരുടെ ചെറുപ്രായത്തിൽ അവർ കണ്ടു വളർന്നിട്ടുള്ള ഒരു വിവാഹിക ജീവിത കൺസെപ്റ്റുകളുണ്ട്. അത് ചിലപ്പോൾ അവരുടെ പാരൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വളരെ മോശകരമായ ഒരു വിവാഹ ജീവിത സങ്കല്പങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ സങ്കല്പം വെച്ച് തനിക്കും വിവാഹം കഴിച്ചാൽ ഇതായിരിക്കുമല്ലോ അവസ്ഥ, ആ ഒരു ധാരണ അവരെ പലരെയും വിവാഹ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കും. ഇത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും അവരുടെ ചെറുപ്രായത്തിലായിരിക്കും. പക്ഷേ അവരുടെ എല്ലാം മനസ്സിൽ ഈ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇത് അവർ വിവാഹപ്രായമാവുമ്പോൾ, ഒരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ ബോധ മനസ്സുകൊണ്ട് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇന്നർ മൈൻഡിനുള്ളിൽ വിവാഹം എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടായിരിക്കും അവരുടെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് അവർ ഒരിക്കലും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവാതെ അതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യത്തിന് നമുക്ക് തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ കഴിയും. അതായത് ഇനി പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, പല കാരണങ്ങൾ ഏതുമായിക്കോട്ടെ, ഞാനിവിടെ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പല കാരണങ്ങളാവാം നിങ്ങളുടെ വിവാഹം തടസ്സമാകുന്നത്. ചിലപ്പോൾ ചിലർക്ക് റിലീജിയനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിശ്വാസങ്ങൾ, കാരണം നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള പല പല വിശ്വാസങ്ങളുണ്ട്, അത് പറഞ്ഞു കേട്ടതാവാം ചിലവരെ തടസ്സപ്പെടുത്തുന്ന. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ, നിങ്ങൾ ഒരു 90 ദിവസത്തേക്ക് അടുപ്പിച്ച് ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. അത് എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും ഇതൊരു തടസ്സം വരാതെ, ഇത് ബ്രേക്ക് ആവാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു 3 മാസം മുതൽ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ തീർച്ചയായും വിവാഹിതനായിരിക്കും, അല്ലെങ്കിൽ വിവാഹിതയായിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണടച്ച് സ്വസ്ഥമായിരിക്കുക. ഏറ്റവും റിലാക്സ് ആയിരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾ ജോലിയെ സംബന്ധിച്ചോ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ വിഷമിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിന് യാതൊരു റിസൾട്ടും കിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ദൈവികമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ വോയിസ് പോലും നിങ്ങൾ ഇന്ന് കേൾക്കുന്നത്. ഇപ്പൊ എത്ര പേര് ഇത് കേൾക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭാഗ്യം ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ദൈവികമായ സാന്നിധ്യം, അത് ഏത് മതത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ ആ ഒരു സംരക്ഷണയിലായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതിനുശേഷം കണ്ണടച്ചിരുന്നതിന് ശേഷം, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിയെ താൻ ലഭിച്ചതായി നമ്മൾ മനസ്സിൽ കാണുക. നമ്മൾ വിവാഹം നടക്കുന്നതും അതിനുശേഷം നമ്മൾ ഹണിമൂൺ പോകുന്നതും, ഏറ്റവും സന്തോഷകരമായി നിങ്ങളുടെ കുടുംബജീവിതം നടക്കുന്നതും, കുട്ടികൾ ഉണ്ടാവുന്നതും, ഇതെല്ലാം നിങ്ങൾ ഒരു മൂവി പോലെ കാണുന്നു. നമ്മൾ മറ്റുള്ളവരുടെ മൂവി എത്ര കാണുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂവി കാണാൻ പറ്റണം. ഒരു പുരുഷനാണെങ്കിൽ എത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ഒരിക്കലും നമ്മൾ എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എങ്ങനെ എന്നിലേക്ക് ഇത്രയും സുന്ദരിയായിട്ടുള്ള യുവതി വരും, ഇത്രയും നല്ലൊരു പെൺകുട്ടി എങ്ങനെ എന്നിലേക്ക് വരും, ഒരു സ്ത്രീ ആണെങ്കിൽ ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുരുഷൻ എന്നിലേക്ക് വരും, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ എങ്ങനെയുള്ള പാർട്ണറെയാണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതേ പാർട്ണർ നമുക്കുള്ളതായും, ആ പാർട്ണറായിട്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, കുഞ്ഞുങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ വരെ നിങ്ങൾ വ്യക്തമായി കാണുക. നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഇതിനകത്ത് നിങ്ങൾ കാണണം. അതിനകത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ഫീലിംഗ് ആണ് അവിടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഇതുമായി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫീലിംഗ് വരുന്നതായിരിക്കും. ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം നിങ്ങൾ ഫീലിംഗ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതേപോലെ രാവിലെ എണീറ്റ ഉടനെയും ഈ പ്രോസസ്സ് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേറ്റ ഉടനെയും ഈ പ്രോസസ്സ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം തീർച്ചയായും നടന്നിരിക്കും. അപ്പൊ അതോടൊപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ചാൻറ്റ് ചെയ്യുക, ഏറ്റവും മികച്ച ഒരു ദാമ്പത്തിക ജീവിതം എനിക്ക് ലഭിച്ചതിന് നന്ദി, നന്ദി, നന്ദി. അത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തെ നമ്മൾ മാറ്റുകയാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. ഇതേപോലെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് കാണുന്നവർക്ക് ഉപകാരമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ
ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ദയവായി നിങ്ങളിത് ഷെയർ ചെയ്തു കൊടുക്കും. താങ്ക് യു വെരി മച്ച്.